ശങ്കരൻ തന്റെ പുത്രൻ മല്ലവൈരി മുകുന്ദന്റെ ഭാഗിലേ അംഗതലത്തിലിരുത്തി അജലപുത്രീ ഉമയോ മരിച്ചോരു ഗണനായകൻ. കരിമുഖനൊറ്റക്കൊമ്പൻ തുമ്പിക്കൈയുടയോൻ അറുമുഖനൊത്ത കൈലാസത്തിൽ വിളയാടുന്ന അമ്പൊഴു മോദകമപ്പവും അവിലും നേരിക്കുന്നേ തുമ്പിക്കൈയാൽ വിഘ്നമൊഴിക്കുക വിഘ്നേശ്വരനെ. ലീലാവിമോഹിനി ശൈലകന്യ പണ്ടു മൃണ്മയം ശ്വേതമെടുത്തു മുതാ. അഴകാർന്ന ബാലരൂപം ചമച്ചു ജീവനൂതി തെളിച്ചു ഒരുണ്ണിയുണ്ടായി. അമ്മതൻ വാക്കിലെ വേദവാക്കിന്നോടെ അമ്പത്തു കാവലായി നിന്നൊരുണ്ണി ഗണേശൻ തടുത്തു ഗിരീശനെ പാർവതി ദേവി തൻ സ്നാനഘട്ടേ. ആഹ്ലാദമായി തമ്മിൽ കലഹമായി ബാലന്റെ ശിരമറുത്തു ക്ഷിപ്രകോപി ശിവൻ. മാറത്തലച്ചാർത്തു കേനു ശിവങ്കരി ഉണ്ണിക്കു ഗജമുഖം ചേർത്തു വെച്ചു ഹരൻ. ഉണ്ണിയെ ദർശിച്ചനുഗ്രഹം നൽകുവാൻ ലക്ഷ്മി സമേതനായി വന്നു വിഷ്ണു. തൃക്കരത്തിൽ തിളങ്ങുന്ന ചക്രം കണ്ടു കൗതുകം പൂണ്ടു ഗണേശനുണ്ണി.
നാദസ്വരൂപമേ പ്രണവമേ ഗജവദന ഗീതവാദ്യാദി പ്രപഞ്ചമേ താളപ്രിയോ ഗീതവാദ്യ നാട്യപ്രിയോ ആനന്ദ നർത്തന ഗണേശ്വര കലാനിധേ ഭക്ത്യതപം ചെയ്ത ദശമുഖനു നൽകി ജ്യോതിസ്വരൂപലിംഗം ഗിരീശൻ ശങ്കതീർക്കാൻ ഭാഗവതീയ ദൃശ്യയാ കണ്ട ബാലകനെ ഏൽപ്പിച്ചു ശിവലിംഗം ദശാനനൻ ബാലൻ വിനായകൻ മണ്ണിൽ പ്രതിഷ്ഠിച്ച ലിംഗമതനക്കാന സത്യനായ രാവണൻ ഇരുകർണ്ണ മിന്ന പോൽ രൂപാന്തര പ്രാപ്തി വന്നു പ്രതിഷ്ഠയാ